ജീവിതമാണോ അതോ കലയാണോ പ്രധാനം എന്ന് ചോദിച്ചാൽ അന്നും ഇന്നും എപ്പോഴും ഞാൻ പറയാം ജീവിതം തന്നെയാണ്. കാരണം ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു പോളിസിയായിരുന്നു എൻ്റെ. സുഖമായിട്ട് നിർമ്മിച്ച ചിത്രമാണ് ഇരകൾ. ശ്രീവിദ്യയാണ് നെടുമുടി ചേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാനൊക്കെ എല്ലാം ഓക്കെ പറഞ്ഞതാണ്. പെട്ടെന്ന് ഒരു ചെറിയ ക്ലാഷ് വന്നു. ഒരു ദിവസം കയറി വന്നു ജോർസാൻ്റെ വീട്ടിൽ പോയിട്ട് വന്നത് എൻ്റെ അടുത്ത് ഒരു വലിയേ നീ ഒരു വേഷം ചെയ്ത് നമ്മുടെ പടത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ കിടുകിടാതെ വിറയ്ക്കുന്നുമുണ്ട്. കാരണം കാലം കുറേ ആയി ക്യാമറയും ഒക്കെ കണ്ടിട്ട്. മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ദിലീപിൻ്റെയൊക്കെ കൂടെ വെച്ച് ജയറാമിൻ്റെ കൂടെ അഭിനയിച്ചു. എങ്കിലും മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ ഒരു നല്ല വേഷം കിട്ടിയപ്പോൾ അതിങ്ങനെ അങ്ങ് മിസ്സായിപ്പോയല്ലോ എന്നുള്ള ഒരു സങ്കടം. ഏതാണ്ട് മക്കളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പ്രധാന കാര്യം പറയാനുള്ളത്, എനിക്ക് ഇതിൻ്റെ ഇടയ്ക്കുണ്ടായ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ ഞാൻ സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയായി ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഒരു നടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജീവിത സാഹചര്യം, കാരണം ജീവിതമാണോ അതോ കലയാണോ പ്രധാനം എന്ന് ചോദിച്ചാൽ അന്നും ഇന്നും എപ്പോഴും ഞാൻ പറയാം ജീവിതം തന്നെയാണ്. കാരണം ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു പോളിസിയായിരുന്നു എൻ്റെ. ഞാൻ ഈ കണ്ട അല്ലെങ്കിൽ കേട്ട അല്ലെങ്കിൽ കാശി ആർത്തി വരുത്തി നടക്കുന്ന ആളതൊന്നും അല്ല. അതൊക്കെ അത്യാവശ്യം എൻ്റെ അച്ഛനും അമ്മയൊക്കെ എല്ലാം വാങ്ങിച്ചൊക്കെ തന്ന് തന്നെയാണ് നമ്മളെ വളർത്തിയത്. ഇത് നമ്മൾ പോലും പലതും വാങ്ങിച്ചു കൊടുക്കാൻ പഠിക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥനായിരുന്നു എൻ്റെ അച്ഛൻ. അത് ഞാൻ ഇളയ മോളാണ്, മൂത്ത സഹോദരൻ, ഇടയ്ക്ക് 2 ചേച്ചിമാരുണ്ട്, ഞാൻ ഇളയ മോളാണ്. അപ്പം ഞാനിത് പല ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വിളിക്കുന്നത് മല്ല എന്നാണ്. ഒരു ആൺകുട്ടിയുടെ സ്വഭാവമാണ് ഇവർക്ക്, അങ്ങനെ അടിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛന് അമ്മ പിന്നെ വലിയ ഇതൊക്കെ വിളിക്കും. അച്ഛൻ മല്ല എന്നല്ലാതെ എന്നെ വിളിച്ചിട്ട് ലടാ മല്ല എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത്രയുമൊക്കെ ഒരു ഇതൊക്കെ ജീവിച്ച് എനിക്ക് ഇങ്ങനെ ഒരു സംഭവത്തിനകത്ത് കുറച്ച് കാലം വിട്ടു. സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൊടുത്തുകൊണ്ട് നമുക്കൊരു ജീവിതം തന്നു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ആ ബ്രേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള എൻ്റെ ഒരു ദൃഢമായ ഒരു അഭിപ്രായം തന്നെയായിരുന്നു അതിൻ്റെ പിന്നിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജീവിതം തുടങ്ങി. അവിടെയാണ് എൻ്റെ 2 മക്കളെ എനിക്ക് ഈശ്വരൻ തന്നത്. അതൊക്കെ ഇത്രത്തോളം, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ ഇത്രത്തോളം എത്തിയതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. പക്ഷേ അവരെക്കാട്ടിൽ ഇന്ന് ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ കൊച്ചുമക്കളെയാണ്. എനിക്ക് 3 കൊച്ചുമക്കളുണ്ട്. ഇന്ദ്രയത്തിൻ്റെ 2 മക്കൾ പ്രാർത്ഥന, നക്ഷത്ര. രാജുവിൻ്റെ മോള് അലങ്കൃത. അയ്യോ, പ്രാർത്ഥന കുഞ്ഞിലെ ഇതുപോലെ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. ഇപ്പോൾ വലുതായുള്ള കോളേജിലൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു മെച്യൂരിറ്റി വരുമല്ലോ. പഴയതുപോലെ അങ്ങനെ കൊഞ്ചാനും പിടിക്കാനും. ഇപ്പോഴും ഇന്ദ്രൻ്റെ 2ാമത്തെ മോള് നക്ഷത്രയും രാജുവിൻ്റെ മോൾ അലങ്കൃതയും. അയ്യോ, അച്ഛമ്മ എന്ന് പറഞ്ഞാൽ അലങ്കൃത അച്ഛമ്മ എന്ന് വിളിക്കും. രാജുവിൻ്റെ മോളെന്നെ അമ്മമ്മയെന്നോ ഇന്ദ്രൻ്റെ മോളെന്നെ അമ്മമ്മയെന്നോ വിളിക്കുന്നത്. അപ്പോൾ അത് അവരുടെ 2 പേരും ഒക്കെ എൻ്റെ വീട്ടിലൊന്ന് വരിക എന്ന് പറഞ്ഞാൽ അത് ഈ ഇടയ്ക്ക് സുപ്രിയ ചോദിച്ചു, അമ്മ ഇതെന്ത് ഈ വരുന്നത് കേൾക്കുമ്പോൾ ഇത്രയും സാധനം വാങ്ങിച്ച് വയ്ക്കുന്നത്, അമ്മ ഇന്നലെ വന്നപ്പോൾ തന്നത് നമ്മളെ ബാക്കി ഇതൊക്കെ പറയാറ്. പക്ഷേ എന്നാലും എനിക്കെന്തോ അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒരു സാധനം വാങ്ങിച്ച് വെച്ചില്ല, ഒരു മനസമാധാനക്കേടാണ്. എന്നിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ വന്നപ്പോൾ ഞാനൊരു സാധനം വാങ്ങിച്ച് വെച്ചപ്പം അലങ്കൃത തന്നെ ചോദിക്കുന്നു, ഞാൻ പറഞ്ഞില്ലേ അച്ഛമ്മ. ആദ്യമൊക്കെ കൂടുതലും പുള്ളിക്കാരത്ത് ഈ പറയുന്ന സ്കൂളിൻ്റെ ഗേറ്റ് കിടന്നാൽ പിന്നെ ആരും അച്ഛനമ്മമാർ പോലും മലയാളം പറയാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ ഇംഗ്ലീഷ് പറയുന്നത് ആരെങ്കിലും കാണിക്കാനില്ല, അത് നിർബന്ധമാണ്, അവരതായി പറയാവൂ. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും, അതിപ്പോൾ അലങ്കൃത മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും, എല്ലാ കുട്ടികളും, ഇന്ദ്രൻ്റെ മക്കളായാലും ഒക്കെ അതെ. അവരെ ഇപ്പോൾ കൂടുതലും നമ്മുടെ കാലത്തെ പോലെ അല്ലല്ലോ. നമ്മുടെ കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത് നോക്കിക്കൊണ്ടെങ്കിൽ നമ്മുടെ അമ്മേ വിശക്കുന്നത് എടുത്ത് വയ്ക്കമ്മേ കാപ്പിക്കുമല്ലോ ഒക്കെ വിളിച്ചു പോവുകയല്ലേ വരുന്നത്. ഇന്നിപ്പോൾ സ്കൂൾ ബസ്സായി, കാറ് പോയി വിളിച്ചുകൊണ്ട് വരലായി. അന്ന് ഞാനൊക്കെ മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തൈക്കാടെന്ന് പറയുന്നത് തിരുവനന്തപുരം സ്ഥലത്ത് തൊട്ടടുത്താണ്. അവിടെ നോക്കിയാൽ സ്കൂള് കാണാം. അപ്പോൾ ഞാൻ പറയാൻ വെച്ചാൽ കൊച്ചുമക്കൾ വരുന്നത് ഒരു വല്ലാത്തൊരു ആനന്ദമാണ്. അതിപ്പം അലങ്കൃതയായാലും നക്ഷത്രയായാലും പ്രാർത്ഥനയായാലും. പ്രാർത്ഥന കുറച്ച് പ്രായം കൂടിയപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ചില ജാള്യത ഉണ്ടാകുമല്ലോ, പണ്ടത്തെ പോലെ പടി കയറിയിരുന്ന് കൊഞ്ചാനും ഒക്കെ. ഇവർക്ക് 2 പേർക്കും അതൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും, ഇത് പറയും, അങ്ങനെ അമ്മമ്മ അത് വേണം ഇത് വേണം എന്നൊക്കെ.
അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സുഖമാണ്. കാരണം നമ്മുടെ മക്കൾ കൊച്ചായിട്ടിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കാണിച്ചിരുന്ന വാശി, അതെല്ലാം ഒരു പരിധിവരെ ഇവരുടെ കൂടെ കാണുമ്പോൾ ഞാനിങ്ങനെ ചിരിക്കും. ഇതുപോലായിരുന്നു ഇന്ദ്രനും രാജുവൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം ഇതേ ഉള്ളോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്തുണ്ടാക്കിയാലും ഒരു ചോദ്യം പതിവാണ്, ഇതേ ഉള്ളോ എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ. പിന്നെ എൻ്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് കുറച്ച് കാലം സുഖമായിട്ട് ഞാൻ സുകുമാരൻ്റെ ഭാര്യയായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് ഞാൻ ജീവിച്ചു. എന്നിട്ടും ആദ്യത്തെ സുവേട്ടൻ നിർമ്മിച്ച ചിത്രമാണ് ഇരകൾ. നമ്മുടെ ഗണേശനാണ്, അല്ല ഇന്നിപ്പോൾ അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയൊക്കെയാണ്. അപ്പോൾ അത് കാരണം അദ്ദേഹമൊക്കെ അഭിനയിച്ച ചിത്രമാണ് രാധ, നമ്മുടെ അംബികയുടെ അനിയത്തി രാധ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നിർമ്മിച്ചപ്പോൾ പെട്ടെന്ന് ശ്രീവിദ്യയ്ക്ക് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം, ഏതോ ഒരു തെലുങ്ക് പടത്തിൽ ശ്രീവിദ്യയാണ് നെടുമുടി ചേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാനൊക്കെ എല്ലാം ഓക്കെ പറഞ്ഞതാണ്. പെട്ടെന്ന് ഏതോ ഒരു തെലുങ്ക് വലിയ ഡയറക്ടറുടെ ഒരു പടത്തിൽ എന്തോ ഒരു ചെറിയ ക്ലാഷ് വന്നു. അപ്പോൾ വിദ്യ വിളിച്ചു ചോദിച്ചു, അയ്യോ ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞ് എൻ്റെ വർക്ക് വയ്ക്കാമോ എന്ന് ചോദിച്ചു. ഇതിൽ രാജുവിൻ്റെ കാര്യം പോലെ സുവേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു 2 മാസം മുമ്പേ എല്ലാം എഴുതി വയ്ക്കും. ഈ പടത്തിൻ്റെ കാര്യമാണെങ്കിലും അതേ, സ്ക്രിപ്റ്റിൻ്റെ കാര്യമാണെങ്കിലും സ്റ്റോറി ബോർഡ് പോലെ ഇങ്ങോട്ട് വന്ന് ആദ്യത്തെ ദിവസം എത്ര സീൻ, ആരൊക്കെ അഭിനയിക്കുന്നു, എന്തൊക്കെ പ്രോപ്പർട്ടീസ്, എന്ത് കോസ്റ്റ്യൂം, ഇങ്ങനെ എഴുതി ഉണ്ടാക്കി വെച്ചിട്ടാണ്. ഡയറക്ടർ KG ജോർജ് സാറാണ്, അദ്ദേഹത്തിന് എല്ലാ സംവിധാനവും ഉണ്ട്. പക്ഷേ എന്തായാലും ഇതൊരെണ്ണം അദ്ദേഹത്തിൻ്റെ കൈ വയ്ക്കും, സുകുമാര സാറിൻ്റെ കയ്യിൽ. അപ്പം സുവേട്ടൻ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ, 2-3 മാസം മുമ്പേ സംഭവിച്ചതല്ലേ, ഇതിപ്പോൾ നമ്മൾ കിടന്ന് അനുഭവിക്കും. അയ്യോ കൊള്ളാം, നെടുമുടിയുടെയൊക്കെ ഡേറ്റാണ്, അങ്ങനെയൊന്നും തെറ്റിക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കയറി വന്നു. ജോർജ് സാറിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നാൽ തോന്നുന്നു. എൻ്റെ അടുത്ത് ഒരു മലിയേ, നീ ഒരു വേഷം ചെയ്ത് നമ്മുടെ പടത്തിൽ. അപ്പോൾ ഏന്ന് ചോദിക്കുന്നത്, നീ അഭിനയിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. അവൻ എന്തോ സുഖമായി പറഞ്ഞു, അല്ല അതല്ല വിദ്യയ്ക്ക് എന്തോ ചെറിയൊരു പ്രശ്നം. അപ്പോൾ ഞാനിങ്ങനെ കിടുകിടാതെ വിറയ്ക്കുന്നുമുണ്ട്, കാരണം കാലം കുറേ ആയി ക്യാമറയും ഒക്കെ കണ്ടിട്ടേ. അല്ല അഭിനയിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ പെട്ടെന്ന് സുവേട്ടൻ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു അത്ഭുതം. എന്നിട്ട് കോസ്റ്റ്യൂമറെ വിളിച്ച് ബ്ലൗസിൻ്റെ അളവെടുത്ത് ബ്ലൗസ് തയ്ച്ചു, സാരി എടുത്തു. അവസാനം ഇതെന്തോ എങ്ങനെയൊക്കെയോ ശ്രീവിദ്യ അയ്യോ പാവം വിദ്യ പറഞ്ഞു, അയ്യോ സുഖു അങ്ങനെ ധരിക്കല്ലേ, ഞാൻ മനഃപൂർവ്വമായിട്ട് നീട്ടി വെപ്പിച്ചതല്ല, ഞാനിവിടുത്തെ സംവിധായകരോട് പറഞ്ഞു എല്ലാ ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അവർ തീരുമാനിച്ചു, ഇനി മാറ്റാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞ ഡേറ്റിൽ തന്നെ വരുമെന്ന് പറഞ്ഞ് ശ്രീവിദ്യ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ എപ്പോഴും പറയും, അപ്പോൾ വിദ്യയ്ക്കൊരു വിഷമമായിപ്പോയി, അത് വിദ്യയ്ക്ക് ബുദ്ധിമുട്ടാണ്, എന്നാൽ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് ഇവിടെ പോകുമെന്ന് പറയുമ്പോൾ. കാരണം ഇവരൊക്കെ ഒന്നിച്ച് അഭിനയിക്കുന്നവരല്ലേ, ഒരു കൂടെ എന്ന് പറയുമ്പോൾ ആ ഒരു അങ്ങനെ അവസാനം എനിക്ക് 2-3-4 സാരി കിട്ടിയതുള്ളതാണ് സത്യം. പക്ഷേ വിദ്യ വന്നപ്പോൾ വിദ്യയ്ക്ക് വേറെ എടുത്ത് അതൊക്കെ റെഡിയാക്കി തയ്ച്ച് അതങ്ങനെ അദ്ദേഹം അന്നതിനോട് അഭിനയിക്കാൻ ആവശ്യപ്പെട്ട ഒരാളാണ്. ഇതൊന്ന് രക്ഷപ്പെട്ട് വേറെ കൊണ്ടല്ല, അത് ശരിയാവില്ല. കാരണം അന്ന് തീരെ കൊച്ചു കുട്ടികളാണ് ഇവർ രണ്ടുപേരും, ഇന്ദ്രനും രാജുവൊക്കെ. ഇന്ദ്രൻ ഏതാണ്ട് കുണ്ണൂർ അവിടെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുകയും രാജു 2 വയസ്സോ കണ്ടേ ഉള്ളൂ. ഇവരെയൊക്കെ ഇട്ടിട്ട് ആരഭിനയിക്കാൻ പോകുന്നതാണ്, അത് 2 ആമ്പിള്ളേർ മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുമോ? അപ്പോൾ അത് കാരണം എനിക്ക് പേടി. അപ്പോൾ ഏതായാലും അത് മാറിക്കിട്ടി. അത് കഴിഞ്ഞ് ഈ ബ്രേക്ക് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ വീണ്ടും ഒരു ക്യാമറയുടെ മുമ്പിൽ ഏതോ ഒരു ചില ടെലിഫിലിം പോലെ ഡോക്യുമെൻ്ററി പോലെ നമ്മുടെ കാട്ടാക്കട മുരുകൻ സാറിൻ്റെ കണ്ണട എന്നൊക്കെ പറയുന്ന ഒരു കവിതയുടെ ഒരു ആവിഷ്കാരം വന്നപ്പോൾ അതിലൊക്കെ അഭിനയിച്ചു. പക്ഷേ ഒരു സിനിമയിൽ വരുന്നത് രായസേന സാറ് വിളിച്ചിട്ടാണ്, ദിലീപിൻ്റെ കൂടെ റോമിയോ എന്ന് പറഞ്ഞ ചിത്രത്തിൽ. ഈ പറഞ്ഞതുപോലെ ഞാനും സലിം കുമാറും ഒക്കെ കൂടെയുള്ള ഒരു സീനിൻ്റെ കാര്യമൊക്കെ പലപ്പോഴും പലരും കോട്ട് ചെയ്ത് എനിക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. ഏതായാലും അതിലാണ് വരുന്നത്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് ചില വേഷങ്ങളൊക്കെ ചിലതൊക്കെ ഈ പറഞ്ഞതിനോടൊരു ജസ്റ്റ് അമ്മ എന്നൊരു കഥാപാത്രം അവിടെ നിൽക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയും, ചിലതൊക്കെ 5 സീനേ ഉള്ളെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന സീനുമാണ്. അങ്ങനെ കുറച്ചൊരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ബ്രോഡ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് വന്നു സന്തോഷം. പിന്നെ നമ്മുടെ ജൂഡിൻ്റെ സാറാസ് എന്ന് പറയുന്ന പടം, ഒരമ്മച്ചിയായിട്ട്, സന്തോഷത്തിനകത്ത് വന്ന് ഷാജോൻ്റെ അമ്മയായിട്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ വന്നപ്പം എനിക്ക് തോന്നി, അയ്യോ സീനല്ലല്ലോ പ്രധാനം,
ആ പടങ്ങളൊക്കെ കണ്ടിട്ട് ചേച്ചി എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ അതിപ്പോൾ നമ്പർ ഓഫ് എത്ര സീനുകൾ അഭിനയിച്ചു എന്നുള്ളതല്ല, ആ സീനുകളിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അങ്ങനെ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒരു സിനിമകൾക്ക് വിളിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിരാശ അല്ലെങ്കിൽ ഒരു ദൗർഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പം കരുതുന്നത്, ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയുടെ ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയെന്ന് തോന്നുന്നു, ടർബോയോ അങ്ങനെ എന്തോ ആക്കി ആ പടത്തിൻ്റെ പേര്. ആദ്യം വേറെ എന്തോ അടിപിടി ജോസ് എന്നൊക്കെ പറയും. അയ്യോ, അതിൽ അഭിനയിക്കാൻ മമ്മൂട്ടി അടക്കമുള്ളവരുടെ കൂട്ടായ തീരുമാനത്തിലൂടെ സംവിധായകൻ വൈശാഖ്, ആൻഡോ എല്ലാവരും വിളിച്ചു 30 ദിവസത്തെ ഡേറ്റ് എന്നോട് ചോദിച്ചത്. ഞാനങ്ങ് സന്തോഷിച്ചു. അപ്പോൾ പിള്ളേർ പോയി ആഹാ ഗോളടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതല്ല, അത് മാത്രമല്ല, കാരണം ഏറ്റവും ആദ്യം കാണുന്നത് മമ്മൂട്ടിയാണ്. ഞാൻ ഈ സ്ഫോടനം എന്ന് പറയുന്ന പടത്തിൻ്റെ സെറ്റ് വെച്ച് അവിടെ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ അന്ന് തൊട്ടേ അറിയാം, എനിക്ക് നന്നായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ചാടി കയറിയൊന്നും ആർക്കും ഒന്നും പറഞ്ഞങ്ങോട്ട് സമ്മതിപ്പിച്ചേച്ച് പോകാനൊക്കത്തില്ല, അത് ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞ എല്ലാം റെഡിയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ചെറിയ പനി പോലെ വരികയും ഇതൊക്കെ കൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല പനിയുടെ മരുന്നൊക്കെ 2 ദിവസം കഴിഞ്ഞ് പിന്നെയാണ് ചേട്ടൻ പറഞ്ഞത് അതെങ്ങനെ പിന്നെ ഞാൻ നമ്മളെല്ലാം നോക്കിയല്ലോ. അപ്പോൾ ഈ നോക്കിയപ്പോഴാണ് ഈ കാല് ചുവപ്പ് കളറ് വരുന്നുണ്ട്, അത് ഈ നീരിൻ്റെ കൂടെ. അപ്പോൾ ഉടനെ എൻ്റെ ചേട്ടൻ തന്നെ വരേണ്ട നമുക്ക് 4 സ്ട്രിപ്പ് അത്. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാത്തരം ടെസ്റ്റുകളും ചികിത്സകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഡേറ്റുമായിട്ടത് ക്ലാഷ് ആവുന്നു. എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ ഈ കാലം വെച്ചോണ്ട് പോയാലോ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ മക്കളോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾ പറയാം, പക്ഷേ സമാധാനമായിട്ടിരിക്കും, ഇപ്പോൾ സമ്മതിക്കുമോ, മാമൻ സമ്മതിക്കുമോ, ഡോക്ടർമാർ സമ്മതിക്കുമോ, അമ്മ ഇത്രയും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഇവരൊക്കെ വല്ല ഗുളിക അത് എടാ എൻ്റെ അമ്മയ്ക്ക് 68 വയസ്സായി ഇതുവരെ ഒരു ആശുപത്രിയുടെ വരാതെ എന്ന് ഞാനിങ്ങനെ പറയും. സൂക്ഷിച്ചൊക്കെ നല്ല ആഹാരമൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കുക, എന്തൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇതൊക്കെ. ഏതായാലും അത് അങ്ങോട്ട് മുടങ്ങിപ്പോയപ്പോൾ എനിക്കൊരു ഭയങ്കര സങ്കടമായിപ്പോൾ. ഇരുന്നിരുന്ന് ഈശ്വര മമ്മൂട്ടിയുടെ കൂടെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ദിലീപിൻ്റെയൊക്കെ കൂടെ അഭിനയിച്ചു, ജയറാമിൻ്റെ കൂടെ അഭിനയിച്ചു. എങ്കിലും മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ ഒരു നല്ല വേഷം കിട്ടിയപ്പോൾ അതിങ്ങനെ അങ്ങ് മിസ്സായിപ്പോയല്ലോ എന്നുള്ള ഒരു സങ്കടം. പിന്നെ ഈ പറഞ്ഞ സിനിമയല്ലേ പറയാൻ പറ്റില്ല, കറക്കത്തിട്ട് എപ്പോഴെങ്കിലും വേറൊരു വേഷത്തിന് വന്നാലും വരാം, വന്നില്ലെങ്കിലും എനിക്കൊരു ആരോടും ഞാൻ പരാതി പറയില്ല, അത് വേറൊരു കാര്യം. വന്നാൽ വളരെ സന്തോഷം. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് മമ്മൂട്ടിയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നുമുണ്ട്. അപ്പോൾ അതൊരു ബ്രേക്ക് വന്നു. പക്ഷേ അത് കഴിഞ്ഞിപ്പോൾ ഒക്കെ മാറിയെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും ചില പടങ്ങൾ മാർച്ച് ഏപ്രിലൊക്കെ വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ഇച്ചിരി അബദ്ധം പറ്റി, ഒരു യാത്ര കൂടുതലായിരുന്നു. അത് പിള്ളേർ ചോദിക്കുന്നത് അമ്മ എന്താ വിചാരിച്ച് 30 വയസ്സേ ഉള്ളതോ, അമ്മയ്ക്ക് വയസ്സ് എത്ര അമ്മയ്ക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് 2 മക്കളും കൂടെ ചോദിച്ചെങ്കിലും കാര്യം ശരിയാണ്. ഒരുപാട് ഒരു യാത്ര ഉണ്ടായി. കാരണം മധുരപ്പള്ളി, ചാലക്കുടി, കോട്ടയം സൈഡ്, പിന്നെ കൊച്ചി, പിന്നെ തിരുവനന്തപുരം. കാരണം ഈ ഇടയ്ക്ക് ഈ സീരിയലും കൂടെ കിടക്കുന്നുണ്ട്. ഒരു 8 ദിവസം ട്രിവാൻഡ്രത്തും വരണം. അപ്പോൾ ഇങ്ങനെ ഓടി നടന്നപ്പം അതിൻ്റേതായ ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നു എനിക്ക്. ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പണ്ടുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ കാലിൽ കുറച്ചൊരു വേദനയും ഒരു കഴപ്പുമൊക്കെ തോന്നും, പ്രായമായില്ലേ. അപ്പോൾ അത് കാരണം ഇനിയത്തേതൊക്കെയൊക്കെ നമുക്ക് ശരി ഞാൻ പറഞ്ഞ അഭിനയിക്കാം ഇതാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് ഒരു വർക്ക് കഴിഞ്ഞ് വന്ന് ചേച്ചി ഒരു 4-5 ദിവസം ഒന്ന് ബ്രേക്ക് ഇടും, പിറ്റേ ദിവസം രാവിലെ വർക്ക് കിട്ടി അടുത്തതിന് പോകരുത്, അതൊക്കെ ചെറുപ്പക്കാർ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എനിക്ക് ഈ മമ്മൂട്ടിയോടുള്ള പടം മിസ്സായതിൽ എനിക്ക് ഒരു സങ്കടമുണ്ട്. പക്ഷേ ആ ബ്രേക്ക് നികത്തി, ഈ ബ്രേക്കല്ല, അത് ആദ്യമേ നികത്തി. ഞാൻ പറഞ്ഞ റോമിയോയിലായിരുന്നു, നല്ലൊരു വേഷമായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് പടങ്ങൾ ഞാൻ ചെയ്തു, ഇല്ലാന്നല്ല. ഓഫ് കോഴ്സ് ബ്രോഡാഡി പോലും അത് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ പൊന്നെ ഞാനത് അയച്ചു കൊടുത്തു. ഞാൻ നമ്മുടെ ഈ എന്താ പറയുക ചില ഷോയ്ക്ക് ഞാനൊരു ജഡ്ജായിട്ടൊക്കെ പോയിരിക്കുമ്പോൾ 3 വയസ്സുള്ള കുഞ്ഞ് വരെ എടാ ജോണിയേ എന്താ വേണോ അതിൻ്റെ എന്നൊക്കെ പറഞ്ഞ് അതിലെ ഡയലോഗ് കാണാതെ പിടിച്ച് എൻ്റെ മുമ്പിൽ പറഞ്ഞ 3 വയസ്സുകാരിയുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ മക്കളോട് ഈവൻ മോഹൻലാലിനോട് വരെ ഞാൻ പറഞ്ഞു. എന്ത് രസമായിട്ട് അവരൊക്കെ പറഞ്ഞ ആ ചട്ടയും മുണ്ടുമൊക്കെ തയ്പ്പിച്ചിട്ട്. അപ്പോൾ അതങ്ങനെ വന്ന് പിന്നെ അതിനെ തുടർന്ന് അങ്ങോട്ട്. അപ്പോൾ അന്ന് അവർ പറഞ്ഞു സാറാസിലെ അമ്മച്ചിയെ കണ്ടപ്പോഴാണ് ചേച്ചി അത് കറക്റ്റാണെന്ന് തോന്നിയത് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അങ്ങനെ
അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 2, 3, 4 കുറച്ച് നല്ല ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മാർച്ചിലൊന്ന്, ഏപ്രിലൊന്ന്, അങ്ങനെ ഒരു കുറച്ചൊരു ഗ്യാപ്പിട്ട് നല്ല വേഷങ്ങൾ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. കാരണം സിനിമയാണ് എൻ്റെ ചോറ്, എൻ്റെ ജീവിതം. പിന്നീട് അവിടെ നിന്ന് ഒരു ജീവിതത്തിലേക്ക് ഞാൻ പോയെങ്കിലും തിരിച്ച് വീട്ടിൽ വന്നിരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാതെ വീണ്ടും എന്നെ സിനിമയിലേക്ക് വിളിച്ചതാണ് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ജൂഡും ആൻ്റണി പെരുമ്പാവൂറും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു വരാൻ വീണ്ടും ഒരു വേദി ഒരുക്കിയതും ഇവരൊക്കെ തന്നെയാണ്. അതാണ് സിനിമാ ജീവിതം, എൻ്റെ തുടക്കവും ഇടയ്ക്ക് വെച്ച് നിർത്തിയതും പിന്നെ വന്നതും പിന്നെ ഇപ്പോൾ തുടരുന്നതുമായിട്ടുള്ള സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലം അതറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ.